നീ ഇപ്പൊ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് പാടിവട്ടത്തുള്ള പഴയ ശിവക്ഷേത്രത്തിലേക്ക് വരണം. അല്ല, കാര്യം എന്തായിരുന്നു പണിക്കരെ? പിന്നെയും മിഥുന്റെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടോ? എന്താ അതിനെപ്പറ്റി സംസാരിക്കാനാണോ വിളിക്കുന്നത്? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. ഞാനിപ്പോ ആ ശിവക്ഷേത്രത്തിൽ തന്നെ ഉണ്ട്. ഒട്ടും വൈകിക്കാതെ പെട്ടെന്ന് തന്നെ നീയും ആ ക്ഷേത്രത്തിലേക്ക് വന്നേക്ക്. ആയിക്കോട്ടെ പണിക്കരെ, ഞാൻ ഇപ്പൊ തന്നെ എത്തിയേക്കാം. ചേച്ചി, എന്തുപറ്റി? മുഖാകെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. ഫോണിൽ നിന്ന് കേട്ടത് നല്ല സന്ദേശമൊന്നും അല്ലല്ലേ? ഭാർഗവ പണിക്കരായിരുന്നു പ്രിയമതെ വിളിച്ചത്. എത്രയും പെട്ടെന്ന് പാടിവട്ടത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. കാര്യം എന്താണെന്നിട്ട് പറയുന്നില്ല. ഇനി ദോഷോ ജാതകോ എന്താണാവോ പറയാൻ പോകുന്നത്. ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവാം. എന്നാലും ക്ഷേത്രത്തിലേക്ക് വിളിപ്പിച്ചത് എന്തിനാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ചോദിച്ചപ്പോ നേരിട്ട് കാണുമ്പോ വിശദമായിട്ട് പറയാന്നാ പറഞ്ഞത്. അത് കേട്ടത് നെഞ്ചത്തൊരു ഇടി വെട്ടിയ പോലെയാ. എന്നാ ശരി പ്രിയമതെ, ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. ഹലോ, നീ എവിടെയാ മഞ്ജരി? ആകെ ഒരു സാമട്ടിലാണല്ലോ നീ, ഒരു താല്പര്യമില്ലാത്ത പോലെ. എന്താ നിന്റെ പ്രശ്നം? ഇപ്പൊ ഈ മുഖവരുടെ കാര്യമൊക്കെ ഉണ്ടോ ആന്റി? പ്രശ്നം എന്താണെന്ന് പറയാനാണെങ്കിൽ അതിന്റെ ഒരു നീണ്ട നേരെ തന്നെ മുന്നിലുണ്ടല്ലോ. അതൊക്കെ പറഞ്ഞോണ്ട് കിടന്നാ ഒന്നിനൊരു അന്തവും കുന്തവും ഉണ്ടാവില്ലെന്ന് മാത്രം. ഇനിയിപ്പോ മടിയും മന്ദതയും ഒക്കെ തോന്നും. എന്റെ മഞ്ജരി, വാട്ട് ഈസ് ദിസ് മഞ്ജരി? നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ ഫോൺ ചെയ്തത്. നീ എന്താ ഒരുമാതിരി കുഴിയിലോട്ടും കാല് നീട്ടിയിരിക്കുന്ന കിളവികളെ പോലെ? നീ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരണം. അങ്ങോട്ട് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒരനിറഞ്ഞു നിൽക്കുന്ന പാവയെ പോലെ മിഥുന്റെ മുന്നിലൂടെ നടക്കാനാണോ? അല്ലെങ്കിൽ പിന്നെ എന്റെ കല്യാണം എപ്പോഴാ നടത്തി തരാന്ന് അരുണിമാന്റിയുടെ മുമ്പിൽ വന്ന് കാലു പിടിച്ച് കേണ അപേക്ഷിക്കണോ? അവിടെ എന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ മനസ്സിലാക്കാനും ആരുമില്ല. എനിക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇല്ല. എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ തോന്നുന്നില്ല. മഞ്ജരി, ഇവിടെ നിനക്ക് മറ്റാരും ഇല്ലെങ്കിലും എപ്പോഴും നിന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഞാനുണ്ടായിരിക്കും. അത് നീയാണ് മറക്കുന്നത് കേട്ടോ. വെറുതെ ഈ പഴങ്കഥയും പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് പറയുന്നേക്ക്. ശരിയെന്നാ കാര്യം പറ. ഭാർഗവ പണിക്കരെ വിളിച്ചിരുന്നു. ഈയിടെയായിട്ട് അയാള് ചേച്ചി എപ്പോഴും വിളിക്കുന്നുണ്ട്. മിഥുന്റെ ജാതകദോഷം തന്നെയാണ് മെയിൻ വിഷയം. ഇപ്പൊ അയാള് വിളിച്ചെന്ന് പറഞ്ഞ് ചേച്ചി അയാളെ കാണാൻ പോയിരിക്കുക. എതിരാളിയുടെ ബലഹീനത കൂടുന്ന സമയം നോക്കിയാണ് അവരെ നമ്മൾ ആക്രമിച്ച് കീഴടക്കേണ്ടതെന്ന് അറിയാലോ. നീയും തയ്യാറായിരുന്നു. ഇപ്പൊ നിനക്ക് നല്ലൊരു അവസരം കിട്ടിയിരിക്കുക. വിട്ടുകളയരുത്. ശരി ആന്റി. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. എന്താ ആന്റി? മേഘന ജീവനോടെ തന്നെ ഉണ്ട്. എന്ത്? മേഘന ജീവനോടെ ഉണ്ടെന്നോ? ഒത്തിരി ഞെട്ടൊന്നും വേണ്ട. ഞാനീ പറഞ്ഞത് ഫേക്ക് സ്റ്റേറ്റ്മെന്റാ. മേഘന ജീവനോടെ തന്നെ ഉണ്ടെന്ന് ഒരു സംശയം ഇപ്പോ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലത്തിന് ശേഷം ഇപ്പൊ ഇത് എവിടെന്നാ പൊട്ടിപ്പുറപ്പെട്ടു വന്നത്? അവള് ജീവനോടെ ഉണ്ടെന്നുള്ള സംശയം ആർക്കാ തോന്നിയത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒന്ന് ഫോണിൽ കൂടെ പറയണ്ട. നീ ഇങ്ങോട്ടേക്ക് വാ, എല്ലാം ഞാൻ പറയാം. ശരി ആന്റി, ഞാൻ വരുമോ? ഗൗരിയമ്മേ, മേഘക്കുഞ്ഞിനോട് പോകണ്ടെന്നൊന്ന് പറഞ്ഞു നോക്ക്. ഗൗരിയമ്മ കാല് പിടിച്ച കുഞ്ഞ് കേൾക്കാതിരിക്കുവോ? എന്ത് കാരണം പറഞ്ഞ അവളെ പിടിച്ചു നിർത്ത? എന്റെ മോന് നിന്നോട് സ്നേഹമാണെന്ന് അവളോട് പറയാൻ പറ്റുമോ? എന്റെ മോന്റെ ഭാര്യയായിട്ട് ഞാനും നിന്നെ സങ്കല്പിച്ച് തുടങ്ങിയെന്ന് പറയാൻ പറ്റുമോ? എന്റെ വീട്ടിലെ മരുമകളായി ഇവിടെ തന്നെ നിൽക്കെന്ന് പറയാൻ പറ്റുമോ? ഇനി അങ്ങനെ പറഞ്ഞാലും അവൾ അതൊന്നും സ്വീകരിക്കണമെന്നില്ലല്ലോ ചെല്ലപ്പാ. അവളുടെ ഉള്ളിലും നമ്മളെ വിട്ടു പോകരുതെന്ന് തോന്നലുണ്ടാവണം. നമ്മുടെ കൂടെ കഴിയാനുള്ള മോഹം ഉണ്ടാവണം.
അതില്ലാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ സമയത്ത് ചോദിച്ച് നാണം കെടാന്ന് മാത്രമേ ഉള്ളൂ. അവള് മനസ്സിൽ മറ്റെന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. എന്ന് കരുതി മേഘക്കുഞ്ഞിനെ അങ്ങനെ വിട്ടുകളയാൻ പാടുണ്ടോ? ഇവിടുന്ന് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായാലല്ലേ അതിനൊരു പരിഹാരം കണ്ടെത്താനോ? ഗൗരിയമ്മേ, കഴിഞ്ഞ ദിവസം അർജുൻ കുഞ്ഞ് പറഞ്ഞത് ഓർക്കണുണ്ടോ? സ്കൂളിൽ വെച്ച് മേഘക്കുഞ്ഞിനെ അറിയാവുന്ന ആരെയോ കണ്ടു എന്നല്ലേ പറഞ്ഞേ? അവരുടെ കൺവെട്ടത്തുനിന്ന് മാറാൻ വേണ്ടിയായിരിക്കും മേഘക്കുഞ്ഞ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആയിരിക്കാം ചെലപ്പാ. മേഘയും നമ്മളും തമ്മിലുള്ള ബന്ധം ഇവിടം കൊണ്ട് തീരാനാവും വിധി. എന്തിനാ ആ ദൈവം നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇനി എന്തൊക്കെയാണാവോ കരുതി വെച്ചിരിക്കുന്നത്? എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വച്ചേക്കുക. അത് വലതുവശത്തേക്ക് വയ്ക്ക. ഭാർഗവ പണിക്കരെ, അരുണിമേ, വരുമെന്നറിയായിരുന്നു. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തായിരുന്നു പണിക്കരെ പ്രശ്നം? എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞ്? ഒരു മിനിറ്റ്. തിരുമേനി, ഹോമകുണ്ട് ഒരുക്കി കഴിഞ്ഞോ? ഇനി താമസമൊന്നുമില്ലല്ലോ. ഭാർഗവ പണിക്കരെ, എന്റെ ചോദ്യത്തിന് അങ്ങ് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ എന്തൊക്കെയാ പണിക്കരെ നടക്കുന്നത്? ഒരു ഹോമം നടത്തുക അരുണിമേ. എന്തിനുള്ള ഹോമം? കാര്യം എന്താണ്? പറയാ അരുണിമേ. നിന്റെ വെപ്രാളം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണമില്ലാതെ നീ പേടിക്കുന്നേ. എന്താ ഞാൻ പറയണ്ടേ? ഈ ഹോമം പൂർണ്ണമാകും വരെ കാരണം തുറന്നു പറയാൻ എനിക്ക് അനുവാദമില്ല. എല്ലാം ശുഭമായി അവസാനിച്ച ഞാൻ തന്നെ പറയാം. അതുവരെ ക്ഷമിക്ക. അതിരിക്കട്ടെ, മിഥുൻ വന്നില്ലേ? മിഥുനെ വിളിക്കണമെന്ന് അങ്ങ് പറഞ്ഞില്ലല്ലോ പണിക്കരെ. സാരില്ല. മിഥുൻ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു വരാൻ പറയാ. പെട്ടെന്ന് ആകട്ടെ അരുണിമേ. ഞാൻ ഇപ്പൊ പറയാം പണിക്കരെ. ഹലോ മോം. മിഥുൻ, നീ ഇപ്പൊ എവിടെ മോനെ? ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തു പറ്റി? എന്താ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ? അതൊക്കെ പറയാം മോനെ. നീ എത്രയും പെട്ടെന്ന് പാടിവേട്ടത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് വായോ. ഇപ്പോഴോ? എന്തിനാ പെട്ടെന്ന് അങ്ങോട്ട് വരണ്ടേ? നീ എത്ര ചോദ്യം ചോദിച്ചാലും അതിനുള്ള ഉത്തരം എന്റെ അടുത്തില്ല. പക്ഷെ നീ ഉറപ്പായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ പറ്റൂ. ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി മോം, ഇപ്പൊ തന്നെ വണ്ടി തിരിക്കാം. മോമിന് ഇതെന്താ പറ്റിയേ? ആളാകെ പേടിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇനി അവിടെ ചെന്നിട്ട് എന്താണാവോ പ്രശ്നമെന്ന് ആർക്കറിയാം. എന്റെ മഹാദേവ, നിന്റെ ലീലാവിലാസങ്ങളുടെ അർത്ഥങ്ങളൊന്നും തന്നെ ഇന്ന് വരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മോനെ കാത്തോളണം. എല്ലാം മറന്നൊന്ന് സന്തോഷിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിന്റെ ഇരട്ടി സങ്കടങ്ങൾ തരും. സങ്കടങ്ങളിൽ മുങ്ങിത്താഴുമ്പോഴേക്കും സന്തോഷങ്ങളും മുന്നിൽ കൊണ്ടുവയ്ക്കും. എന്റെ മകന്റെ ജീവിതത്തിൽ മാത്രം എന്തിനാണ് ഇത്ര പരീക്ഷണം? നീ അവന്റെ ജന്മനിയോഗമായി കരുതിയിരിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല മഹാദേവ. എന്നാലും അവൻ അനുഭവിക്കുന്ന വേദനകൾക്കും അവനുണ്ടാകുന്ന അപകടങ്ങൾക്കും എന്നാണ് ഒരു അന്ത്യം ഉണ്ടാവുക? എങ്ങും എത്താതെ എത്ര കാലം എന്ന് വെച്ച് അവനിങ്ങനെ ഒരിക്കലും ഇല്ലാത്ത പോലെ ഭാർഗവ പണിക്കരുടെ പെരുമാറ്റത്തിലും എനിക്ക് എന്തൊക്കെയോ പേടി തോന്നുന്നു. ദയവ് ചെയ്ത് എന്റെ മോൻ അപകടങ്ങളൊന്നും വരാതെ രക്ഷിക്കണേ ഭഗവാനെ.
ഗൗരിയമ്മേ, ഉം. ദാ കാപ്പി കുടിച്ചോളൂ. ഗൗരിയമ്മേ, നമ്മുടെ മേഘക്കുഞ്ഞ് ഒരിക്കലേ വീട് വിട്ട് പോയി കഴിഞ്ഞാ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ പോണില്ല. എന്നേക്കുമായി മേഘക്കുഞ്ഞിനെയും ചിക്കുമോനെയും നമ്മൾ മറക്കേണ്ടി വരും. നല്ലൊരു തീരുമാനം എടുക്കാൻ ഇതാണ് ശരിയായ അവസരം. പക്ഷെ അതിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ? അവളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കണം. എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടേക്ക് ചോദിക്കാനോ പോകണ്ടെന്ന് പറയാനോ ഒന്നിനും ഒരു അവസരം തരുന്നില്ലല്ലോ. അതല്ലേ ചിലപ്പോ ആ പ്രശ്നം. ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൗരിയമ്മേ, ആ മണിനാഥം കേൾക്കുന്നുണ്ടോ? ശിവക്ഷേത്രത്തിൽ നിന്ന് ആ മണിനാഥം കേൾക്കുന്നേ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ. ആ മഹാദേവ ക്ഷേത്രത്തെക്കാൾ നല്ലൊരു സ്ഥലം വേറെയില്ല. മേഘക്കുഞ്ഞിനോടൊന്ന് സംസാരിക്കുക. എന്നിട്ട് കുഞ്ഞിനെ അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അമ്പലത്തിലാകുമ്പോ മഹാദേവനും കൂട്ടിനുണ്ടാവും. മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടെങ്കിലും അവരുടെ മനസ്സ് മാറുകയാണെങ്കിലോ ഗൗരിയമ്മേ. ചെല്ലപ്പം പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. മഹാദേവന്റെ സന്നിധിയിൽ വെച്ചാവുമ്പോ നല്ലതേ നടക്കും. ചിലപ്പോ അവള് സമ്മതിച്ചാലോ? ഞാൻ ചെന്ന് അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോളെ മേഘേ, എന്താ ഗൗരിയമ്മേ? നീ തീരുമാനിച്ചതുപോലെ ഇന്ന് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് എനിക്കറിയാം. മേലിൽ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതിനും ഉറപ്പില്ല. എന്തായാലും നമുക്കുള്ള ഈ കുറച്ചു മണിക്കൂറുകൾ നിന്നോടൊപ്പം ഉണ്ടാവണമെന്നൊരു മോഹം. നമുക്കൊന്ന് ശിവക്ഷേത്രം വരെ പോയിട്ട് വന്നാലോ? ഇവിടുന്ന് പോകും മുമ്പ് എനിക്കും എന്തോ ഒന്ന് അമ്പലത്തിലേക്ക് പോണെന്ന് തോന്നുന്നുണ്ട്. ഗൗരിയമ്മ പറഞ്ഞതുപോലെ നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് സന്തോഷായി. എന്നാ വാ പോവാം. അമ്മ സമയത്തിന് മരുന്ന് കഴിച്ചാവും. ഈയിടെയായി അമ്മയ്ക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ട്. ഇതെന്താ അമ്മ ഫോൺ എടുക്കാത്തത്? ഒന്ന് മേഘയെ വിളിച്ചു നോക്കാം. മേഘയും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഹലോ ഹലോ, ചെല്ലപ്പൻ ചേട്ടാ. എന്താ അർജുൻ കുഞ്ഞെ? അമ്മയും മേഘയും വീട്ടിലില്ലേ? രണ്ടുപേരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവരിപ്പോ വീട്ടിലില്ല കുഞ്ഞെ. അവരെവിടെ പോയിരിക്കുക? ഗൗരിയമ്മ മേഘക്കുഞ്ഞുമായിട്ട് പാടിവട്ടത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. അല്ല, ഇന്നെന്താ വിശേഷിച്ച് അമ്പലത്തിലേക്കൊക്കെ പോകാനായിട്ട്? മേഘക്കുഞ്ഞിനോട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ലല്ലോ. അവസാനമായിട്ട് ശിവന്റെ സന്നിധിയിൽ വെച്ച് ചോദിക്കാന്ന് കരുതി കുഞ്ഞിനെ ഗൗരിയമ്മ അമ്പലത്തിലേക്ക് കൊണ്ടുപോയേ. മേഘയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിൽ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെങ്ങനെയാ കുഞ്ഞെ? മേഘക്കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ അത് അങ്ങനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കുഞ്ഞ് തന്നെ പറ, കുഞ്ഞിന്റെ മനസ്സിൽ വലിയ സങ്കടം. അതെ ചെല്ലപ്പൻ ചേട്ടാ,
സ്വന്തം ജീവിതം നന്നാക്കിയെടുക്കാൻ മേഘ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നമ്മൾ എതിര് നിൽക്കാൻ പാടില്ല. ഒരിക്കലും അവളെ പിടിച്ചു നിർത്താനും പാടില്ല. ഇനി അക്കാര്യം ചേട്ടനങ്ങ് വിട്ടേക്ക്. അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ മേഘയുടെ പുറകെ പോയിരിക്കുക. അവസാന നിമിഷം വരെ അമ്മ ഇത് തന്നെ ചെയ്യും. വെറുതെ മേഘയുടെ വായിലിരിക്കണത് കേൾക്കാന്നല്ലാണ്ട് എന്താ? അമ്മയോടൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. മിഥുൻ, വാ മോനെ, നീ വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. കാര്യം എന്താ മോം? എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞേ? അതൊക്കെ നിന്നോട് പിന്നെ പറയാം. ആദ്യം നീ ഇങ്ങോട്ട് വന്നേ. മോം അങ്ങനെ അങ്ങ് പോവല്ലേ? മോമിന്റെ മുഖത്ത് എന്താ ഒരു വെപ്രാളം? എനിക്ക് വെപ്രാളൊന്നുമില്ല. മിഥുൻ, സുഖാണോ മോനെ? ആ, ഞാൻ സുഖമായിരിക്കുന്നു പണിക്കരെ. ചക്കിമോൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന നിമിഷം തൊട്ട് എനിക്ക് മാത്രമല്ല, കുടുംബത്തിലെല്ലാവർക്കും നല്ലതേ നടക്കുന്നുള്ളൂ. ആ സന്തോഷം അതുപോലെ നിൽക്കട്ടെ. അതിനുവേണ്ടി ഞാനും മഹാദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ നന്ദിയുണ്ട് പണിക്കരെ. അതിരിക്കട്ടെ, എന്നെ ഇങ്ങോട്ട് പെട്ടെന്ന് വിളിച്ചെന്തിനാ? ഇവിടെ ഒരു ഹോമം ഒരുക്കിയിട്ടുണ്ട്. അത് നീയാ നടത്തേണ്ടത്. പക്ഷെ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ. കൃഷ്ണ, നീ ചെന്നീ വസ്ത്രം മാറിവാ മോനെ. ഹോമം തുടങ്ങാറായി. മോം, ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? അതോ ഇത് എന്നോട് മാത്രം പറയാതിരുന്നാണോ? മോമിനിത് നേരത്തെ അറിയായിരുന്നോ? ഈ ഹോമം കഴിയുന്നത് വരെ നീ എന്നോട് ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഭാർഗവ പണിക്കർ എന്നെ വിളിച്ച് അർജന്റായിട്ട് ഹോമം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ചെയ്യിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? നീ ചെന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടുവാ. ശരി മോം. അല്ലെങ്കിൽ തന്നെ മേഘയ്ക്ക് ആത്മാഭിമാനം ഇത്തിരി കൂടുതലാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൾ മുൻപും പിൻപും ചിന്തിച്ചൊന്നും വരില്ല. അതാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ മാത്രമേ വരുത്തി വെക്കുകയുള്ളൂ. എന്നാലും അമ്മ ഇതെന്ത് ഭാവിച്ചിട്ടെന്ന് എനിക്ക് മനസ്സിലാവട്ടെ. എത്രയും പെട്ടെന്ന് അമ്പലത്തിലെത്തണം. सद्योजातं प्रपद्यामि सद्योजाताय वै नमो नमः भवे भवेनातिभवेव समां भवोद्भवाय नमः रामदेवाय नमो ज्येष्ठाय नमः श्रेष्ठाय नमो रुद्राय नमः कालाय नमः कलविकरणाय नमो बलविकरणाय नमो बलाय नमो बलप्रवदन अयं ब्रह्मास्मि ओम अहं ब्रह्मास्मि सर्वेभ्यः सर्वसर्वेभ्यो नमस्ते अस्तु रुद्ररूपे पुरुषाय विद्महे महादेवाय ईशानः सर्वविद्यानाम् ईश्वरः सर्वभूतानां എന്താ ഇത് പണിക്കര്? പെട്ടെന്ന് ഹോമകുണ്ടത്തിലെ തീ ആളി കത്താൻ തുടങ്ങിയല്ലോ. ഈ ഹോമകുണ്ടത്തിലൂടെ ആ മഹാദേവൻ നമ്മളെ എന്തോ അറിയിക്കുകയാണ് അരുണമേ. അതെന്തായിരിക്കും ഭാർഗവ പണിക്കര്? അകന്നു പോയ എന്തോ ഒന്ന് നമ്മുടെ സമീപത്തേക്ക് എത്തുന്നുണ്ടോന്നാണ് എന്റെ സംശയം. ഈ സൂചന അതിൻ്റെതാണ് അരുണമേ.